2030 35,000 കോടി രൂപയുടെ വ്യാപാരം ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി കരാറിന് ഇന്ത്യ ന്യൂസിലൻഡ് ധാരണ. കഴിഞ്ഞ ദിവസം ഓക്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനും തമ്മിൽ നടന്ന ചർച്ചയിലാണ് സുപ്രധാന തീരുമാനം. വിവിധ മേഖലകളിലെ അടുത്ത 4 വർഷത്തെ സഹകരണത്തിനുള്ള ധാരണകളെ റോഡ് മാപ്പ് ടു 2030 എന്ന് ഇരു നേതാക്കളും വിശേഷിപ്പിച്ചു. കരാർ എത്രയും വേഗം പ്രാബല്യത്തിലാക്കാൻ തീരുമാനിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദത്തിലും പങ്കാളിത്തത്തിലും നാഴികക്കല്ലാണ് കരാറെന്നും അറിയിച്ചു. ഉഭയകക്ഷി സഹകരണം ഇൻഡോ പസഫിക് മേഖലയ്ക്ക് കരുത്ത് പകരുമെന്ന് മോദി പറഞ്ഞു. പശ്ചിമേഷ്യൻ സാഹചര്യവും ചർച്ചയായി. എല്ലാവരും ആത്മസംയമനം പാലിക്കണം. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണം. തങ്ങൾക്ക് സമാധാനവും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ചർച്ചകളുടെയും നയതന്ത്ര വഴിയുടെയും കാരണങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രമുഖ വ്യവസായികളുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. 40 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ന്യൂസിലൻഡ് സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും പങ്കുവച്ച മൂല്യങ്ങളുടെയും ശക്തമായ അടിത്തറയിലാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു. ഇരു രാജ്യങ്ങളും ചേർന്ന് പുതിയൊരു വികസന യാത്രയ്ക്ക് തുടക്കമിടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസിലൻഡിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിലെ വാക്ക എന്ന ആശയം പരാമർശിച്ച മോദി അതൊരു ബോട്ട് മാത്രമല്ല, ഒരുമിച്ചുള്ള യാത്രയുടെ പ്രതീകമാണെന്ന് പറഞ്ഞു. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധവും ഇനി പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണെന്നും ഈ യാത്രയുടെ യഥാർത്ഥ സാരഥികൾ ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓക്ലൻഡ് മുതൽ വെല്ലിംഗ്ടൺ വരെ, ക്രൈസ്റ്റ് ചർച്ച് മുതൽ ക്വീൻസ് ടൗൺ വരെ ന്യൂസിലൻഡിന്റെ എല്ലാ ഭാഗങ്ങളിലും ജീവിക്കുന്ന ഇന്ത്യൻ സമൂഹമാണ് ഈ സുവർണ നൂറ്റാണ്ടിന്റെ യാത്രയെ മുന്നോട്ട് നയിക്കുന്നത്. ഈ യാത്ര വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മോദി പറഞ്ഞു. ന്യൂസിലൻഡിൽ ഇന്ത്യൻ വംശജർ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. എയർ ന്യൂസിലൻഡിന്റെ സിഇഒ നിഖിൽ രവിശങ്കർ, മുൻ ഗവർണർ ജനറൽ ആനന്ദ് സത്യാനന്ദ്, ക്രിക്കറ്റ് താരങ്ങളായ രച്ചിൻ രവീന്ദ്ര, ഏഷ് സോദി, അജാസ് പട്ടേൽ എന്നിവരെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ സമൂഹത്തെ സംഭാവനയെ അദ്ദേഹം പ്രശംസിച്ചത്. ന്യൂസിലൻഡിലെ പല സ്ഥാനമാനങ്ങൾക്കും ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് മോദി ശ്രദ്ധയിൽപ്പെടുത്തി. ബോംബെ ഹിൽസ്, കോറമണ്ഡൽ, കൊൽക്കത്ത സ്ട്രീറ്റ്, ഡൽഹി ക്രസന്റ്, അമൃത്സർ സ്ട്രീറ്റ് തുടങ്ങിയ പേരുകൾ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ചരിത്രബന്ധത്തിന്റെ അടയാളങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിനിടെ തന്റെ ആദ്യ ന്യൂസിലൻഡ് സന്ദർശനത്തിന്റെ ഓർമ്മകളും മോദി പങ്കുവച്ചു. പ്രധാനമന്ത്രിയാകുന്നതിന് വർഷങ്ങൾ മുമ്പ് ന്യൂസിലൻഡിലെത്തിയപ്പോൾ ഒരു സ്വദേശിയിൽ നിന്ന് സമ്മാനമായി ലഭിച്ച മഫ്ലർ, തൊപ്പി, കയ്യുറ എന്നിവ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് മോദി പറഞ്ഞു. അന്ന് ലഭിച്ച മഫ്ലർ വേദിയിൽ പ്രദർശിപ്പിച്ച മോദി, ഈ മഫ്ലർ വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം ഞാൻ ഇന്നും അതേ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്നത് പോലെയാണ് അതിനെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണിനും സർക്കാരിലെയും പ്രതിപക്ഷ ലേബർ പാർട്ടിയിലെയും നേതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിയ മോദി, ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധത്തിന് ഇരു രാഷ്ട്രീയ മുന്നണികളുടെയും ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അത് ഉഭയകക്ഷി ബന്ധത്തിന്റെ ഭാവിക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണെന്നും വ്യക്തമാക്കി. എന്നാൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പറഞ്ഞത് താൻ വർഷങ്ങളായി ഇന്ത്യയുടെ വലിയ ആരാധകനാണെന്നും രാജ്യത്തിന്റെ പുരോഗതി അവിശ്വസനീയമാണെന്നുമാണ്. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് ആൻഡ് സ്പോർട്സ് എൻഗേജ്മെന്റ് ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1990കളിൽ യൂണിലിവറിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യ സന്ദർശിച്ചതിനെക്കുറിച്ച് ലക്സൺ ഓർമ്മ പുതുക്കി. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ഞാൻ വളരെ കാലമായി ഇന്ത്യയുടെ ഒരു വലിയ ആരാധകനാണ്. ഞാൻ ആദ്യമായി ഇന്ത്യയിൽ പോയത് എന്റെ 20കളുടെ മധ്യത്തിലാണ്. അന്ന് ഞാൻ യൂണിലിവർ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇന്ത്യയിലെ മുൻനിര കമ്പനികളിൽ ഒന്നായിരുന്നു. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഭാഗമായിരുന്നു. 90കളുടെ മധ്യത്തിലായിരുന്നു അത്. അന്ന് ആളുകൾക്ക് ദിവസക്കൂലി നാണയമായി കയ്യിൽ കിട്ടുമായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ 250 ദശലക്ഷം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് എനിക്ക് വളരെ കൗതുകകരമാണ്. ഇപ്പോൾ 440 ദശലക്ഷം ആളുകൾ ഇത്തരം വിഭാഗത്തിലുണ്ട്. ദശകത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ഇത് 750 ദശലക്ഷമായി ഉയരും. ഇതൊരു അവിശ്വസനീയമായ പരിവർത്തനമാണ്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പലതവണ ഇന്ത്യ സന്ദർശിച്ച ഒരാളെന്ന നിലയിൽ താഴ്ന്ന വരുമാനത്തിൽ നിന്ന് ഇടത്തരം വരുമാനത്തിലേക്കും തുടർന്ന് ഉയർന്ന വരുമാനത്തിലേക്കുമുള്ള ആളുകളുടെ മാറ്റം കാണുന്നത് വളരെ പ്രചോദനകരവും ആവേശകരവുമാണ്. ഈ പരിവർത്തനം അവിശ്വസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വ്യവസായികളുടെ പ്രതിനിധികൾക്കൊപ്പം ന്യൂസിലൻഡ് സന്ദർശിച്ചതിന് പ്രധാനമന്ത്രി മോദിയോട് ക്രിസ്റ്റഫർ ലക്സൺ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.